ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓടി വന്നതാണ് കപ്പയില കുക്ക് ചെയ്യുന്ന കാണാൻ. അപ്പം എന്തേ നമ്മുടെ അണ്ണൻ അവിടെ ഇരുന്ന് നഖം വെട്ടുന്നു. സ്വന്തം നഖമല്ല കേട്ടോ, കോഴിയുടെ കാലയിലെ നഖമാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കോഴിക്ക് എത്ര വിരലുണ്ടെന്ന് എണ്ണിക്കൊണ്ടിരുന്നപ്പോ അണ്ണൻ ദേ അടുത്ത ഐറ്റം എടുത്ത്. ഇതാണ് ഇവരുടെ കാണ്ട, അതായത് നമ്മുടെ ബീഫിന്റെ സ്കിന്ന് സ്മോക്ക് ചെയ്തെടുത്തതാണ്. അങ്ങനെ ഒരു 5-6 പീസ് കാണ്ടയും കോഴിക്കാലും കൂടെ ക്ലീൻ ചെയ്ത് ഒരു ചട്ടിയിലോട്ട് മാറ്റി വെച്ച്. കപ്പയിലയിൽ ചെറിയൊരു സൈനൈഡ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കഴിച്ചിട്ടില്ലാത്തവരാരും ഇങ്ങനൊന്നും ഉണ്ടാക്കി കഴിച്ചേക്കല്ലേ. ഇത് ഇവരുടെ ആഹാര രീതിയാണ്, ഇവരിത് സ്ഥിരം കഴിക്കുന്നതാണ്, അതുകൊണ്ട് ഇവർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ആ സമയം കൊണ്ട് അണ്ണൻ ദേ അടുത്ത ഐറ്റം ഇറക്കി. ഇതാണ് സ്മോക്ക്ഡ് ഫിഷ്. നല്ല പുക കൊള്ളിച്ച് ഉണക്കിയെടുത്ത മീനാണിത്. ഉണക്കമീൻ ഇടാതെ എന്ത് കസവ ലീഫ് കറി. അങ്ങനെ സ്മോക്ക്ഡ് ഫിഷിന്റെ മുള്ള എല്ലാം പറക്കി കളഞ്ഞ് നേരെ ചട്ടിയിലാക്കി. എന്നിട്ട് ചട്ടി നേരെ ദേ ചാർക്കോൽ അടുപ്പിലേക്ക്. ഇവിടെ ഉള്ള സാധാരണക്കാർ കൂടുതലും ഈ കനലടുപ്പാണ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. എന്നിട്ട് ദേ കണ്ടോ, കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ നിലക്കടല പേസ്റ്റ് ആണ്, കപ്പലണ്ടി പേസ്റ്റ്. ഇവരുടെ മിക്കവാറും ഉള്ള എല്ലാ കറികളിലും ഇവർ ഈ കപ്പലണ്ടി അരച്ചത് ചേർക്കും. എന്നിട്ട് ദേ ഈ ഉരലിലോട്ട് കുറച്ച് പച്ചമുളക് ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇടിച്ചെടുത്ത്. ഉള്ളി ഇത്തിരി കുറഞ്ഞാലും പച്ചമുളക് ഒട്ടും കുറയാൻ പാടില്ല. അങ്ങനെ അതും കൂടി ഒന്ന് ഇടിച്ച് സെറ്റാക്കി ദേ ചട്ടിയിലോട്ടിട്ട്. ഇത്രയായപ്പോ ഞാൻ കരുതി മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞു കാണുമെന്ന്. അപ്പം ദേ അണ്ണൻ അടുത്ത ഐറ്റമായിട്ട് വരുന്നു. ബീൻസ് കുതിർത്തതാണ് കേട്ടോ. ഈ ബീൻസിന് ഇവിടെ പറയുന്നത് ബിഗ് ബീൻസ് എന്നാണ്. അങ്ങനെ ബിഗ് ബീൻസും കൂടി ഇട്ട് പാത്രം ഒന്ന് അടച്ചുകൊണ്ട് അണ്ണൻ പറയുവാണ്, ഇന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറവാണ്, കാരണം ഞണ്ടും മട്ടനും കിട്ടിയില്ലത്രേ. അണ്ണന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും പോരടേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസവ ലീഫിന് നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കോരി കഴിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കുറച്ചു നേരം കഴിയുമ്പോൾ പാമ്പ് ഇരവിഴുങ്ങിയ അവസ്ഥയിലേക്കാവും. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഫുഡ് വേണ്ടി വരില്ല, അത്രയ്ക്ക് ഹെവിയാണ് ഐറ്റം. അണ്ണ മസാല ഒന്നും ഇടത്തില്ലെന്ന് ചോദിച്ചപ്പം അണ്ണൻ ഒരു കൊഞ്ച് ഫ്ലേവർ ഉള്ള മാഗി മസാല എടുത്ത് കാണിച്ച്. നിങ്ങൾക്ക് എല്ലാ കറിയിലും ഈ ഒരേ ഒരു മസാലയേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോ, ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി എന്ന് പറയുന്നത് പോലെ മസാല ഏതായാലും എന്താ കറി നന്നായാ പോരെന്നൊരു ഡയലോഗും പറഞ്ഞുകൊണ്ട് 2 മാഗി ക്യൂബ് പൊട്ടിച്ചങ്ങിട്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് വേവട്ട്. ഈ സമയത്താണ് നമ്മുടെ കപ്പയിലയുടെ എൻട്രി. കണ്ടോ, ആ ഒരലി കിടന്ന് ഇടി കൊള്ളുന്നതാണ് നമ്മുടെ സാക്ഷാൽ കപ്പയില. അങ്ങനെ കപ്പയില ഇടിച്ചിടിച്ച് ഒരു പേസ്റ്റ് പരുവാക്കി. എന്നിട്ട് നേരെ നമ്മുടെ കറിയിലോട്ട് ചേർക്കും. ഞാൻ കരുതി അണ്ണൻ ഇതൊന്ന് പിഴിഞ്ഞ് ഇതിന്റെ വിഷാംശമൊക്കെ ഒന്ന് കളഞ്ഞിട്ടായിരിക്കും കറിയിലോട്ട് ചേർക്കുന്നതെന്ന്. എവിടെ, ഡയറക്റ്റ് വേ എടുത്തങ്ങോട്ട് ചാർത്തി. അങ്ങനെ കപ്പയിലയും കൂടെ ചേർത്തങ്ങോട്ട് ഇളക്കി കഴിഞ്ഞപ്പോ കറിയുടെ കളർ മാറി, ഇപ്പൊ ഒരു പച്ച കളറായി കറി. ഇത് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ലെന്നാണ് അണ്ണൻ പറയുന്നത്. ഇനിയും കുറച്ച് മിനുക്കപ്പണികളും കൂടി ഉണ്ട് അത്രേ. ഇവർ ഉപ്പ് അങ്ങനെ അഡീഷണലി ചേർക്കാറില്ല, കാരണം ഇവരുടെ മാഗി ക്യൂബിനകത്ത് തന്നെ ഉപ്പുണ്ട്. പിന്നെ അഥവാ പോരാങ്കി മാത്രം അവസാനം ഒരു ഇത്തിരി ഉപ്പ് ചേർക്കും. അങ്ങനെ ഏകദേശം ഒരു പകുതി കുക്കായപ്പോഴത്തേനും അതിലേക്ക് ഇനി ഓയിൽ ഒഴിക്കണം. സാധാരണ ഇവിടെ ഉള്ള ഒരു പാം ഓയിലാണ് ഒഴിക്കുന്നത്, എന്നാൽ അണ്ണൻ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അതും ഇത്തിരി ഇമ്മിണിയൊന്നും അല്ല കേട്ടോ, ആ കുപ്പിയിൽ ഇരുന്ന മുഴുവൻ ചേർത്ത്. കറിയിൽ എത്രത്തോളം ഓയിൽ കൂടുതൽ ഒഴിക്കാമോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടുമെന്നാണ് നമ്മുടെ അണ്ണന്റെ അഭിപ്രായം. ഇനി ഇത് കുറച്ചു നേരം ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ട് വേവണം. അങ്ങനെ കസവ ലീഫ് വേവുന്ന നേരം കൊണ്ട് അണ്ണൻ കുറച്ച് ചോറുണ്ടാക്കി. എന്നിട്ട് ദേ കുറച്ച് ചോറും ഇങ്ങനെ അങ്ങോട്ട് വിളമ്പി, കുറച്ച് ചൂട് കസവ ലീഫ് കറിയും കൂടെ കോരി ഒഴിച്ച് ഒരു പിടിപ്പീര് പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗം മമ സ്വർഗം. അങ്ങനെ കസവ ലീഫ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി. ഇനിയിപ്പൊ രാവിലെ ഒന്ന് പോയി നോക്കണം അണ്ണൻ ജീവനത്തോടെ. ഞാനൊരു തമാശക്ക് പറഞ്ഞാണ് കേട്ടോ, അണ്ണനൊന്നും സംഭവിക്കത്തില്ല. ഇത് നമ്മുടെ സിറാലിയോങ്കാരുടെ ഡിലീഷ്യസ് ഫുഡാണ്, നല്ല ടേസ്റ്റ് ആണ്. വല്ലപ്പോഴും ഒക്കെ ഞാനും എണ്ണയൊക്കെ കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാറുണ്ട്.